മൃഗങ്ങൾക്കാട്ടിലും മനുഷ്യർ നാട്ടിലാണ് വേണ്ടത്. പക്ഷെ അവിടെ വില്ലനായത് ആനയല്ല, കേരള സർക്കാരാണ്. വനം വകുപ്പ് മന്ത്രിയാണ് ടാക്സ് കൊടുത്ത് ജീവിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല. ടാക്സ് കൊടുക്കുന്ന പൈസ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. ചെറിയൊരു കാരവാനാണ്. ഡിസ്ട്രിക്ട് പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. പക്ഷെ അത് കേരളത്തിലെ എല്ലാവരും പോകുമ്പോ പെർമിറ്റൊന്നും നോക്കാറില്ല. മനുഷ്യനെ ഒരിക്കലും വിറ്റിട്ടല്ല ഞാൻ കാശുണ്ടാക്കുന്നത്. എന്നെ അപായപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ എന്നോട് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്, നീ ഗോപി ചമ്മണ്ണൂരിനെ ആവാൻ പഠിക്കണമെന്ന്. ഇപ്പോഴും നമ്മുടെ കേരള സർക്കാരിനെ ഞാൻ വീണ്ടും കുറ്റം പറയാണ്. വെൽക്കം ടു മൈ ചോയ്സ്. മൈ ചോയ്സിൽ ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനായിട്ടുള്ളത് വരന്തരപ്പള്ളിയുടെ സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെയും സോഷ്യൽ വർക്കിലൂടെയും നമുക്ക് സുപരിചിതനായ രേവത് ബാബു. വെൽക്കം രേവത്. നമസ്കാരം. എന്തൊക്കെയുണ്ട് രേവത് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം എന്ന് പറഞ്ഞാണെങ്കിൽ ഓട്ടങ്ങളുണ്ട്. ഇപ്പോ ക്യാൻസർ പേഷ്യന്റിനെ കീമോ ചെയ്യാനും റേഡിയേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യന്റിനും ഈ ഡിസ്ചാർജ് പേഷ്യന്റിനെ അവരുടെ വീടുകളിലേക്ക് പണമില്ലാതെ അവരെ ഡിസ്ചാർജ് ആയിട്ട് പോവാൻ പൈസ ഇല്ലാതെ കൊണ്ടുപോയി ആക്കുകയാണ്. ഒരു ഓട്ടോ ആംബുലൻസ് ആണ് ശരിക്കും അല്ലേ? ഒരു ഓട്ടോ ആംബുലൻസ് എന്ന് എല്ലാരും പറയുന്നത്, പക്ഷെ നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടിട്ട് അവരോരോന്ന് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണതാണ്. ഒരു ഓട്ടോറിക്ഷയിൽ ആംബുലൻസ് സർവീസ് ചെയ്യാനായിട്ട് തോന്നിയ ഒരു പ്രചോദനം എന്താണ്? ഓട്ടോ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു വിവാദത്തേക്ക് കൊണ്ട് ചാടിക്കരുത്. ആംബുലൻസുകാർ കൊണ്ട് കേസ് കൊടുക്കും. അതല്ല, ഓട്ടോ ആംബുലൻസ് അല്ല, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ വണ്ടി ഓട്ടോറിക്ഷയാണ്, എനിക്ക് ഈ വണ്ടി മാത്രമുള്ള. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ഇപ്പൊ ഓരോ പേഷ്യന്റിന് ഡിസ്ചാർജ് ആയി കയ്യിൽ പൈസ ഇല്ലാതെ പോവാനായിട്ട് ആശുപത്രിയിൽ ഇരിക്കാൻ ചെന്നിയ സൂപ്രണ്ടായാലും അവിടുത്തെ പേഷ്യന്റുകളിൽ കേരളത്തിലെല്ലാവരുടെ തന്നെ നമ്പർ ഉണ്ട്, എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മാസം പോണത് ഇടുക്കി, കട്ടപ്പന, കുമളി, രാജാക്കാട്, ചെറുതോണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, ബസ് ട്രെയിനൊക്കെ ഒന്ന് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക്, ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് ആയാലും ബസ്സൊന്നും ചെല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത്. പിന്നെ തിരുവനന്തപുരം RCC, അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് കീമോ റേഡിയേഷൻ ചെയ്യാൻ പോകും. അപ്പൊ അതിന് പോകുമ്പോ നമ്മൾ ഈ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത് മാത്രം. ഡിസ്ട്രിക്ട് പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. പക്ഷെ അത് കേരളത്തിലെ എല്ലാവരും പോകുമ്പോ പെർമിറ്റ് ഒന്നും നോക്കാറില്ല. എല്ലാവരും ഈ വണ്ടിയുമായിട്ട് രേവത് പോകും. ഓക്കെ, ഇതിൽ പെട്ടെന്ന് ഈ ഒരു വണ്ടി കാണുമ്പോൾ നമ്മുടെ മണിച്ചേട്ടനെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. മണിച്ചേട്ടന്റെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി. എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാരണം? മണിച്ചേട്ടന്റെ ഫോട്ടോ അല്ലെങ്കിൽ മണിച്ചേട്ടനെ വെച്ച് ഒരു ചെറിയൊരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ശരിക്കും ഒരു ആൻസർ ശരിക്കും രേവത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. മണിച്ചേട്ടനെ വിറ്റ് ഏണിങ് വാങ്ങുന്നു എന്നൊരു കിംവദന്തി ഇതിന്റെ ഇടയിലുണ്ട്. എന്താണ് അതിനെങ്ങനെയാണ് രേവത് കാണുന്നത്? ജനങ്ങളെ സമൂഹം പല വിധല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടനെ ഒരിക്കലും വിറ്റിട്ടല്ല ഞാൻ കാശുണ്ടാക്കുന്നത്. മണിച്ചേട്ടൻ തന്നെ ചെറുപ്പം മുതല് പഠിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും എന്റെ വീടിന് വരെ ഒരു അത്താണി തന്നെ എന്ന് പറയാം മണിച്ചേട്ടൻ. ആ കലാഭവൻ മണിച്ചേട്ടനെ ഒരിക്കലും വിറ്റ് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ ആൾക്കാർ തെറ്റിദ്ധാരണയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഞാനിപ്പോഴും മണിച്ചേട്ടൻ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് എന്നിലൂടെ ദൈവം കാണിച്ചു തരുന്നത്. എന്തൊക്കെ കാര്യമാണ് മണിച്ചേട്ടന് ചെയ്യാൻ സാധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ രേവത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? അത് ഓരോരുത്തരും നമ്മുടെ അടുത്ത് വന്ന് സഹായം. എന്റെ ഇപ്പൊ ഒരു 500 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനില്ല. അപ്പൊ എന്നോട് വന്നിട്ട് ഓരോ സഹായം, മരുന്ന് വാങ്ങാൻ പൈസ വേണമെന്ന് പറയും. അപ്പൊ ഞാൻ എന്നോട് ബന്ധപ്പെട്ട കുറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ച അവരിലൂടെ നമ്മൾ ആ മരുന്ന് വാങ്ങി കൊടുക്കും. അതുപോലെ തന്നെ എന്റെ ഒരു 10 രൂപ എടുക്കാനില്ല എന്റെ കയ്യില്. അപ്പൊ ഇത്രയും ദൂരമൊക്കെ രേവത് വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിന് വേണ്ട ഒരു എക്സ്പെൻസ്, എന്തായാലും വണ്ടി ഓടിക്കണമെങ്കിൽ അതിൽ ഡീസൽ ചാർജും കാര്യങ്ങളൊക്കെ വേണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഒരു സോഴ്സ് എങ്ങനെയാണ്? ഇപ്പൊ സോഴ്സ് അതെല്ലാവരും പറയും വിദേശ ഫണ്ട് കണ്ടിട്ടാണ് ഈ ഓട്ടങ്ങൾ പോണത്, ആനയിൽ പിന്നാലെ നടന്നെന്നൊക്കെ പറയും. പക്ഷെ അതല്ല, ഈ ഓട്ടം ഇല്ലാത്ത സമയം തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ കൊണ്ടിടും. തൃശ്ശൂർ പെർമിറ്റുള്ള വണ്ടിയാ. തൃശ്ശൂർ പോയിട്ട് ഓട്ടോ ഓടിയിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ നമ്മൾ സഹായിക്കുന്നത്. അങ്ങനെ അല്ലാതെ വേറെ ഒരു ഫണ്ട് നമുക്ക് വരണമൊന്നുമില്ല, പോണമില്ല. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ രേവത്? ഇത് തന്നെയാണ് ഓട്ടോ ഡ്രൈവിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ സംഖ്യയാണ് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക്. ശരിക്കും ഇത്ര ദൂരം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് അങ്ങനെ ഒരുപാട് മേഖലയിലേക്കൊക്കെ രേവത് എത്തിപ്പെടുന്നുണ്ട്. അവിടേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ.
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തമിഴ്നാട് വരെ ഇല്ല, കർണാടക വരെ, മംഗലാപുരം വരെ ഒരു പേഷ്യന്റ് കൊണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവരൊക്കെ നല്ലൊരു സപ്പോർട്ടിങ് ആണ്. തമിഴ്നാട് കർണാടക സർക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഒരാളെ സഹായിക്കുന്നതിൽ അവര് നമുക്ക് കൂടെ നിൽക്കും. അത് മറിച്ച് നമ്മള് കഞ്ചാവും മറ്റേ ഇത് ലഹരി ഉൽപ്പന്നങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചീത്ത പേരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അവര് പോലീസും എല്ലാതും നമുക്ക് സപ്പോർട്ടാണോ? സപ്പോർട്ടീവ് ആണ്. കേരളത്തിൽ ഇപ്പൊ 14 ജില്ലയില് ഓരോ പേഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോ സപ്പോർട്ടായിട്ട് ചിലവര് സഹായിക്കാറുണ്ട്. ഡീസൽ അടിക്കാനൊക്കെ പൈസ തരാറുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം ഭാഗത്തേക്ക് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥര് സഹായിക്കാറുണ്ട് ഡീസൽ അടിക്കാൻ സഹായിക്കും. പക്ഷെ ഞാൻ ഇന്നവരെ ഈ പേഷ്യന്റിനെ കൊണ്ടാക്കിയിട്ട് അധികം എനിക്ക് അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളവര് ഡീസൽ അടിച്ചില്ല, ഇല്ലാത്തവരാണ് ഡീസൽ അടിച്ചു തരിക. ഏറ്റവും കൂടുതൽ ഇല്ലാത്തവരാണ് ഇന്നവരെ സഹായിച്ചത്, ഡീസൽ അടിച്ച് തരാറുള്ളു. അവരേന്ന് പൈസ ഒന്നും വാങ്ങാറില്ല. കിലോമീറ്റർ ഇപ്പൊ 100-300 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിയാൽ തന്നെ അവര് പൈസ വാങ്ങില്ല, ഡീസൽ അടിച്ചു തരും, അല്ലെങ്കിൽ ഒന്നും വാങ്ങില്ല. എങ്ങനെയാണ് അപ്പൊ ട്രാവലിംഗ് ഒക്കെ? നമ്മുടെ വണ്ടിയിൽ തന്നെയാണോ താമസമൊക്കെ? ചെറിയൊരു കാരവൻ അത്. ഇത് ചെറിയൊരു കാരവൻ. ചെറിയ കാരവൻ ഈ വണ്ടിയിൽ തന്നെയാണ്. അപ്പൊ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ഉറങ്ങലും എല്ലാതും. അപ്പോ ഇനി രേവത് നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്, അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു മൃഗസ്നേഹിയാണ്. ശരിക്കും നമ്മുടെ അരിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. എന്താണ് ശരിക്കും നാടിനൊരു വിപത്തായിട്ടുള്ള ഒരു ആനകളെ തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്ന അത് പോസിബിൾ അല്ലല്ലോ? പോസിബിൾ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടിന് വിപത്തല്ല, നാട്ടിലേക്ക് ഇപ്പൊ വന്യമൃഗങ്ങൾ വിപത്താണെന്ന് പറയുന്ന പൗർണമി ചേച്ചിയോട് ഒരു കാര്യം പറയാം. നാടിനൊരിക്കലും വന്യമൃഗങ്ങൾ വിപത്തല്ല. ഞാൻ പറയുന്നതല്ല, അതായത് അതിനെ ഫേസ് ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ്. പക്ഷെ ഈ വിപത്തല്ല, അവര് നാടിന്റെയും കാടിന്റെയും സ്വത്തുകളാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ആവാസ മേഖല നമ്മുടെ നാടാണ്, ആ നാട് നമ്മുടെ ആവാസ മേഖല. ഇപ്പൊ വന്യമൃഗങ്ങളുടെ ആവാസ മേഖല കാടാണ്. ആ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ സർക്കാർ ചെയ്യേണ്ട പോംവഴികൾ ഇതുവരെ ചെയ്യാത്തത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ഓരോരുത്തരെ കർഷകരെ കൊല്ലുന്നത്. ഇപ്പോ അരിക്കൊമ്പൻ 14 പേരെ കൊന്നു, 15 പേരെ കൊന്നു എന്ന് പറയുന്നു വനം വകുപ്പ്. പക്ഷെ ഇതിന് തെളിവുകളില്ല. ഒരാളെ കൊന്നതിന് തെളിവുകളില്ല, റേഷൻ കട കുത്തിപ്പൊളിച്ചതിന് തെളിവുകളില്ല. എന്നിട്ടും ആ മിണ്ടാപ്രാണീനെ അവിടെ നിന്ന് മാറ്റാൻ കാരണം അവിടുത്തെ വനം കയ്യേറ്റ മാഫിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കർഷകൻ ചിന്നക്കനാല് മേഖലയില് ഓരോ കർഷകന്റെ പേരിലും 100-200 ഏക്കർ സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവിടുത്തെ വിളകൾ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ആനയെ അവിടെ നിന്ന് മാറ്റിയത്. ആ ആന അവിടെ ഉള്ളത് കൊണ്ട് അവിടെ ഗോത്ര വിഭാഗങ്ങളുണ്ട്, ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ. ആ സമുദായത്തില് അവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു ആനയാണ് അരിക്കൊമ്പൻ. ഇപ്പൊ ഞാൻ ഈ അരിക്കൊമ്പനെ പിടിച്ചു കൊണ്ടുപോയി തമിഴ്നാട് കമ്പം ഭാഗത്ത് കൊണ്ടുപോയി വിട്ടപ്പോൾ ആനയെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിക്കാൻ വേണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒറ്റയാൾ പോരാട്ടം നടത്തി മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി. ആ നിവേദനം നൽകിയതില് നമ്മുടെ അവിടുത്തെ മന്ത്രിസഭ ഹൈക്കോടതിക്ക് ഒരു കാര്യം ഹൈക്കോടതിയോട് ചോദിച്ചു. ഹൈക്കോടതി ഉത്തരം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. പിന്നെ ഇപ്പോ ഹൈക്കോടതി ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കൊമ്പനെ എവിടെയാണെന്ന് തമിഴ്നാടിനോട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അരിക്കൊമ്പനെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നമ്മള് ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയില്. അരിക്കൊമ്പൻ നിരപരാധിയാണ്. അരിക്കൊമ്പൻ അപകടകാരിയാണെന്ന് പറയുന്നത് വനം കൈയടക്കാൻ ശ്രമിക്കുന്ന ഭൂമാഫികളാണ് അരിക്കൊമ്പൻ അപകടകാരിയാണെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി രാപ്പകൽ സമരം നടത്തിയത്. അതിലൊരു ആദിവാസികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ വന്യമൃഗങ്ങൾ അപകടകാരികളാണെന്ന് പറയുന്നത്? മൃഗങ്ങൾ കാട്ടിലും മനുഷ്യർ നാട്ടിലാണ് വേണ്ടത്. അല്ലാതെ കാട് കൈയടക്കുന്ന മനുഷ്യരും അവിടെ ആനക്കൊമ്പിന് വേണ്ടി കാട്ടിൽ വിഹരിക്കുന്ന ആനകളെ വെടിവെച്ച് കൊന്ന് കൊമ്പ് മാഫിയുണ്ട്. അവര് വരെ കാട് കയ്യേറി വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് കൊണ്ടാണ്. അതുപോലെ കടുവ, പുലി എന്നിവയുള്ള ആക്രമണം മൂലമാണ് ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അത് തടയാൻ വനം വകുപ്പിന് ഇത്ര നാളായിട്ടും കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ദുഃഖകരമായ വാർത്ത. കാരണം വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ പോംവഴികൾ, കിടങ്ങുകൾ, പെൻസിലുകൾ. ഈ പെൻസിലുകൾ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ചിമിരി ഡാമുകളിലുണ്ട്. പക്ഷെ അത് ഇപ്പൊ കാര്യക്ഷമതമായിട്ട് വർക്ക് ചെയ്യുന്നില്ല.
അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങിയില്ല. ഇപ്പൊ നമ്മൾ വയനാട്ടില് ഒരു കർഷകൻ അജീഷ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും കണ്ടായിരുന്നു അത്. ഒരു ദുഃഖകരമായ വാർത്തയാണ്. കർഷകരില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ അത്തരം സാഹചര്യങ്ങളിൽ ശരിക്കും വില്ലനായിട്ട് വന്നത് ആ ആനയാണല്ലോ. പക്ഷെ അവിടെ വില്ലനായത് ആനയല്ല, കേരള സർക്കാരാണ്, വനം വകുപ്പ് മന്ത്രിയാണ്. അത് സത്യം ജനങ്ങളോട് എനിക്ക് തുറന്നു പറയാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിയല്ലല്ലോ രേവത് ആ ആനനെ ഓടിച്ച് അയാളെ കുത്താനായിട്ട് അതെ, അത് സത്യം. ഇവിടെ വില്ലനായത് കേരള സർക്കാരാണ് വില്ലൻ ഇവിടെ, അല്ലാതെ ആ ആനയല്ല. ഈ ആന ട്രാൻസ്ലൊക്കേഷൻ ചെയ്ത ആന, റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ നിരീക്ഷണം ശക്തമാക്കേണ്ടത് കേരള വനം വകുപ്പും കർണാടക വനം വകുപ്പും. അത് കർണാടകയുടെ ആനയാണ്. ആന കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് എല്ലാ വിവരങ്ങളും കൈമാറേണ്ട ചുമതല കർണാടക വനം വകുപ്പിനുണ്ട്. ആ കർണാടക വനം വകുപ്പ് കേരള വനം വകുപ്പിന് കൈമാറുകയാണെങ്കിൽ ഈ ആനയെ അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാതെ നോക്കേണ്ട കടമ കേരളം വനം വകുപ്പിനുണ്ട്. ആ സമയത്ത് കേരള വനം വകുപ്പ് എവിടെയാണ്? കേരള വനം വകുപ്പ് കാണിച്ച അലംഭാവമാണ് അജീഷ് എന്ന് പറയുന്ന കർഷകന്റെ മരണത്തിന് ഇടയാക്കിയത്. അല്ലാതെ ഒരാനയ്ക്ക് മനുഷ്യനെ ആക്രമിക്കണം എന്ന് ധരിച്ചുകൊണ്ട് ഒരാന ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യില്ല. ഈ ആന വരുന്ന വീഡിയോ ഉണ്ട്. ആ വീടിന്റെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ് ഈ അവിടെ നിന്നായിരുന്ന ആൾക്കാരും അജീഷാണ്ണും ഈ ആനയെ കല്ലെറിയുന്നത് കാണാം. ആ കല്ലെറിയുന്ന അറ്റാക്ക് ചെയ്ത ആനയെ തിരിച്ച് ഈ അജീഷാണ്ണെ വന്ന് കൊന്നിട്ട് ആ അജീഷാന്റെ പറമ്പിൽ കൂടെ കാട് കയറി പോവുകയാണ്. കാട് കയറി പോയ ആനയെ അത് ഒരു കോമഡി നടന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട് കയറിപ്പോയ ആനയെ വനം വകുപ്പ് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് കുങ്കിയാക്കണം. പക്ഷെ ഈ വനത്തിനുള്ളിൽ കയറി ഒരു വന്യജീവിയെ ആക്രമിച്ച് പിടികൂടാൻ ഒരു ഹൈക്കോടതിയും ഒരു സർക്കാർ പറയുന്നില്ല. സർക്കാരാണ് പറയുന്നത് ഈ ആനയെ പിടികൂടാൻ. അതുകൊണ്ടാണ് ദുഷ്കരമായ ദൗത്യം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ആനയുടെയും പുലിയുടെയും മുന്നിൽ പെട്ടു. ഈ കാട് കയറിപ്പോയ ഈ മോഴയാനയെ മഗ്ന എന്ന് പറഞ്ഞ കാട്ടാനയെ കാട് കയറിപ്പോയി പിടികൂടാൻ ഒരു വനം വകുപ്പിനും പിടികൂടാനുള്ള അവകാശമില്ല. കാട് മൃഗങ്ങൾക്കും നാട് മനുഷ്യർക്കും. ഈ കാടിറങ്ങി വന്ന കാട്ടാനയെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ പോംവഴികളും സർക്കാരിന്റെ മുന്നിലുണ്ട്. പക്ഷെ അത് അവര് നടപ്പാക്കണില്ല. നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ കർഷകനായ അജീഷേട്ടൻ ഇന്നും മരിക്കില്ലായിരുന്നു. ഇത്തരം പ്രവർത്തികൾ ശരിക്കും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാനോ ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക രേവത്? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ നിരപരാധികൾക്കും നിരപരാധികളായ മൃഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പൊ നാട്ടുകാര് പറയുന്നതാണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനായി യൂട്യൂബറായ ഓട്ടോ ഡ്രൈവർ. പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യന് ഞാൻ. ആ ഒരു സാധാരണക്കാരൻ എന്ത് മാധ്യമ ശ്രദ്ധയാണ് നേടാൻ ശ്രദ്ധിക്കുന്നത്? പക്ഷെ രേവതിനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നിർദ്ധരായ ആൾക്കാരുടെ കൂടെയും നിർദ്ധരായ മൃഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്നെ അപായപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ വനം കയ്യേറ്റക്കാര്, ഭൂമാഫിയ, എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് എന്നെ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്നെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ ഇടുക്കിക്കൊക്കെ ക്യാൻസർ പേഷ്യന്റ് ഓട്ടം പോകുമ്പോ നെടുകണ്ടത്ത് പൂപ്പാറയിൽ അടിമാലിയിലൊക്കെ വെച്ചിട്ട് എന്റെ വണ്ടി തടയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും അതിലും അതിജീവിച്ചു പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യങ്ങളായതുകൊണ്ടാണ്. അതിന് പോലീസിന്റെ സഹായമോ മറ്റോ എന്തെങ്കിലും അനേകം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കുമളിന്ന് ഇങ്ങോട്ട് വരുമ്പോ 2-3 ആൾക്കാർ വണ്ടി തടുത്ത് ഈ നേരിമംഗലം കരിമണല് ഹയർ പിൻ വളവുകളിൽ വെച്ചിട്ട് എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയപ്പോ അവിടെ കരിമണല് പോലീസാണ് വന്ന് ഇടപെട്ട് അവരെ ശാന്തരാക്കി അവർ പോയത്. ഞാൻ ഇന്നവരൊരാളെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല, പോവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ ഇത്രയും വലിയൊരു മാധ്യമ ശ്രദ്ധ നേടാനും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആലുവയിലെ പ്രശ്നം ആ ഒരു കൊച്ചുമോളുള്ള ഒരു കാര്യം, അതും ശരിക്കും ഒരു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ടുള്ള ഒരു നാടകമായിരുന്നോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ഇവിടുന്നൊരു പേഷ്യന്റിനെ കളമശ്ശേരിയില് കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്കാണ് ആ ഉണ്ണിമോളുടെ വീട്ടിൽ കയറിയത്.
നമ്മളൊക്കെ കാലത്തൊട്ട് ഈ വാർത്ത കേൾക്കാണ്, ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നു. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ ഒരു 5 വയസ്സുകാരി, എൻ്റെ ഒരു സഹോദരിയെ തുല്യമാണ് ഞാൻ അന്ന് കണ്ട ആ ഉണ്ണിമോളുടെ വീട്ടിൽ കയറി ഒരു നേരം കണ്ടിട്ട് വരാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ അവിടെ കയറിയപ്പോ ആ ഉണ്ണിമോളുടെ ബോഡി വന്നിട്ടുണ്ടായില്ല. പിറ്റേ ദിവസമാണ് ബോഡി വന്നത്. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. അപ്പൊ എന്റെ വണ്ടിയിൽ കിടന്നുറങ്ങിയപ്പോഴാണ് ആ കുഞ്ഞുമോളുടെ അച്ഛൻ വന്നിട്ട് എന്നോട് ഹിന്ദിയിലും മലയാളത്തിലും പറഞ്ഞ ഈ കുറി കണ്ടപ്പോ ചോദിച്ചു പൂജാരിയാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പൂജാരി അല്ല, ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ ബായ്. അപ്പൊ എന്താന്ന് ചോദിച്ചു. ആള് പറഞ്ഞു എന്റെ പാപ്പ ചാന്ദിനി മറുകിയ നാളെ പൂജാരി വേണം, കർമ്മം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ ഒരു ആഗ്രഹ പ്രകാരം പിറ്റേ ദിവസം ഞാൻ ചായ കുടിക്കാൻ ആലുവയിൽ പോയിപ്പോ അവിടെയൊക്കെ നമ്മള് ചോദിച്ചു, കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഒരു 5 വയസ്സായ ഉണ്ണിമോള് മരിച്ചു, പൂജ ചെയ്യാൻ പൂജാരിമാര് വേണമെന്ന് പറഞ്ഞു. അവിടെ ഒരാളുടെ ഫോണിൽ നിന്ന് വിളിച്ച് ഒരു 5-6 പേര് പറഞ്ഞു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്, മരണാനന്തര ക്രിയകൾ ചെയ്യാറില്ല. 5 വയസ്സായ കുഞ്ഞുമോള്, അതായത് അച്ഛൻ അമ്മ ജീവിച്ചിരിക്കുമ്പോ 5 വയസ്സായ കുഞ്ഞു മക്കള് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ ഹിന്ദു മതാചാര പ്രകാരം കർമ്മങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവർ കട്ട് ചെയ്തപ്പോ എന്റെ മനസ്സിൽ വന്നൊരു തോന്നലാണ്, ശരിക്കും അങ്ങനെയുള്ള കാർമ്മികരെ ശരിക്കും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? അത് വെച്ചിട്ടുണ്ടെങ്കിൽ കാർമ്മികരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാരിമാരല്ല. പക്ഷെ അവര് പൂജാരിമാര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 5 വയസ്സായ കുട്ടി അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുമ്പോ കർമ്മം ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവർ കട്ട് ചെയ്തപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഇവരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട് എന്റെ മനസ്സിൽ വിചാരം. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പൊ 8-8 ഇപ്പൊ പഠിച്ച കീഴ്മാട് സ്കൂളിലേക്ക് ഉണ്ണിമോളുടെ ബോഡി വന്നു. ബോഡി കണ്ട് ഞാൻ കുറച്ചേല് തൃശ്ശൂർക്ക് വരാനിരിക്കുന്ന സമയത്താണ് ആ ഉണ്ണിമോളുടെ അവിടെ കീഴ്മാട് അവിടുത്തെ മെമ്പർ വന്നിട്ട് ചോദിച്ചു, നിന്നോടല്ല കുട്ടിയുടെ അച്ഛൻ പൂജാരിനെ വേണമെന്ന് പറഞ്ഞ് വൈകുന്നേരം ആവശ്യപ്പെട്ടത്, കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആരും വിളിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോ ആരും കിട്ടിയില്ല, എന്താ ചെയ്യാ, ഞാൻ തൃശ്ശൂർ പോകണം. വേണ്ട, ഈ പൂജാ സാധനങ്ങള് അവിടെ കീഴ്മാട് ശ്മശാനത്തിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ആംബുലൻസിന് മുന്നാക്കണം, പൂജ തുടങ്ങാറായി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വണ്ടിയിൽ കയറ്റി ഞാൻ കീഴ്മാട് ശ്മശാനത്തിൽ എത്തിച്ചപ്പോഴാണ് വണ്ടിയിൽ ഇരുന്നിട്ട് രമണൻ എന്ന് പറഞ്ഞ മെമ്പർ വന്നിട്ട് എന്നോട് ചോദിച്ചേ, എന്താ വിളിച്ചിട്ട് ആരും വന്നില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ വിളിച്ച ആൾക്കാരും ഒന്നും വന്നില്ല, ഉണ്ണിമോൾക്ക് വേണ്ടി ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശേഷക്രിയ ചെയ്യാന്ന് പറഞ്ഞു. ശേഷക്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛൻ മരിച്ച മകൻ ചെയ്യുന്നതാണ് ശേഷക്രിയ. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ശേഷക്രിയ ചെയ്യണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഇട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു വെള്ളം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അറിയോ? ശേഷക്രിയ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മകൻ ചെയ്യേണ്ടതാണ്, അവിടെ കർമ്മം ചെയ്യാൻ കർമ്മി വേണം. അപ്പൊ അങ്ങനെ ശേഷക്രിയ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച ആ ഒരു തോന്നലാണ് ഇന്ന് ഈ വലിയൊരു വിവാദങ്ങൾക്ക് ഇടയായത്. അതിന് അന്ന് തന്നെ മാപ്പ് പറഞ്ഞു. പക്ഷെ ഇന്ന് മാപ്പ് പറയണമെന്നറിയില്ല, എന്നാലും മാപ്പ് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു മാപ്പ് ചോദിക്കുകയാണ്. അതുമായി ബേസ് ചെയ്ത് ഒരുപാട് അറ്റാക്സ് രേവതിന് മുന്നിൽ ഉണ്ടായി. 14 ജില്ലയിൽ നിന്ന് 13 കേസ് കേരളത്തിലെല്ലാ പൂജാരി സമൂഹം അതേപോലെ യുവമോർച്ചക്കാര്, അങ്ങനെ കുറെ ആൾക്കാര്, അനേക ആൾക്കാര് കേരളത്തിൽ പല പോലീസ് സ്റ്റേഷനിൽ ഫേസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ആലുവ SP സാറ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ രേവതിനെതിരെ ഞങ്ങൾ കേസ് എടുക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേവതി ചെയ്തൊരു നല്ല കാര്യമാണ്. ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്ന ഒരു സന്യാസി, മക്കാമദീനയിൽ പോയിട്ട് കല്ലെറിയുന്ന ഒരു വിശ്വാസിനെക്കാട്ടും അവര് ചെയ്യുന്നതിനെക്കാട്ടും പ്രാർത്ഥനയെക്കാട്ടും ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് നീ ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിനക്കെതിരെ കേസ് എടുക്കാത്തത്, നീ ചെയ്ത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് അവര് എന്നോട് ഇന്ന് വരെ പറഞ്ഞത്. പക്ഷെ ഈ 24 പേരും ഓരോരോ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിട്ട് അവരോട് ഞാൻ ചെയ്ത കാര്യം മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് കേസിൽ നിന്ന് പിൻവലിപ്പിക്കുക ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളവിടെ ഫേമസ് ആവാനോ സാമൂഹിക ശ്രദ്ധ പിടിച്ചു പറ്റാനല്ല ചെയ്തത്. ഇത്തരം മോശമായിട്ടുള്ള കമന്റ്സ് ഇട്ട ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ചിത്രീകരിച്ചവരുടെ അടുത്ത് എന്താ പറയാനായിട്ടുള്ളത് രേവതിന്? ഞാൻ ചെറുപ്പം മുതല് കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ചു വന്ന ആളാണ്. അന്നേ തൊട്ട് ഞാൻ ലോട്ടറി വിൽക്കാൻ പോണ സമയത്ത് തൊട്ട് തന്നെ ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ട്. പോയി പഠിക്കറാ, ടിക്കറ്റ് വിൽക്കാണ്ട് പോയി പഠിക്കറാ, ഈ പ്രായത്തിലെ ടിക്കറ്റ് വിൽക്കണമെന്ന് കുറെ ആൾക്കാർ ചീത്ത പറയാറുണ്ട്, നല്ലത് പറയാറുണ്ട്. ടിക്കറ്റ് വെച്ചോട്ടെ, അവൻ ജീവിക്കാൻ വേണ്ടി ടിക്കറ്റ് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് അടിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിനും കാണുന്നത്. പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെയാണ് കാണുന്നത്. പക്ഷെ അതുകൊണ്ടൊന്ന് പഠിക്കാൻ പറ്റി. ഇപ്പോ 1 കോടി ജനം ഉണ്ടെങ്കിൽ 1 കോടി ജനത്തില് 90 ലക്ഷം പേര് എന്നെ അനുകൂലിക്കുന്ന ആൾക്കാരും അതിൽ 10 ലക്ഷം പേര് എന്നെ വേണ്ടാതിനും ചീത്ത പറയുന്ന ആൾക്കാരും അതിൽ 5 ലക്ഷം പേര് നല്ലതും ചീത്തയും ഇതും തരം തിരിച്ച് പറയുന്ന ആൾക്കാരാണ്.
പക്ഷെ അവരോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനോ ഒരു യൂട്യൂബറോ അല്ല, സാധാരണക്കാരായ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു 10 രൂപ വരെ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഒരാളാണ്. ബാങ്ക് അക്കൗണ്ട്, ഗൂഗിൾ പേ നമ്പർ ഒന്നുമില്ല. ഇപ്പൊ ഈ നാട്ടുകാർ ജനങ്ങളൊക്കെ പറയും, രേവത ഓട്ടം പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയാണ് പൈസ വാങ്ങണം, അതുകൊണ്ട് നിന്റെ കയ്യിലില്ലാത്തതെന്ന്. ഇന്ത്യയില് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യനോട് എനിക്ക് പേടിയത്. ബാങ്കിൽ കുറെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്. ഇൻകം ടാക്സുകാരെ ടാക്സ് കൊടുത്ത് ജീവിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. ടാക്സ് കൊടുക്കുന്ന പൈസ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. ഇപ്പൊ എന്നെ അടുത്ത് ഞാൻ ഓട്ടം പോയിട്ട് എവിടെ പോയാലും ഉച്ചയായി കഴിഞ്ഞാൽ ചോറുണ്ടാൻ ഹോട്ടലിൽ കയറുമ്പോ ഒരാൾ വന്ന് എന്റെ അടുത്ത് ചോദിക്കും, എനിക്ക് വിശക്കണ് മോനെ 10 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ 10 രൂപ കൊടുക്കില്ല. ആ ചേട്ടന് വയറ് നിറച്ച് ചോറ് വാങ്ങി കൊടുക്കും. ആ ആൾക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപ കൊണ്ട് ആളുടെ വിശപ്പ് മാറില്ല. ഒരു നേരത്തെ ചോറിന് 60 രൂപ, 60 രൂപ ഞാൻ കൊടുത്ത് ചോറ് വാങ്ങി കൊടുത്ത ആളുടെ വയറിനറിയും. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കേരളത്തിന്റെ പല പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോ ഓരോരുത്തർ വന്നിട്ട് പറയും, എനിക്ക് മരുന്ന് വാങ്ങണം, ഓയിൽമെന്റ് വാങ്ങണം, 50 രൂപ വേണം, 100 രൂപ വേണം എന്ന് പറയുമ്പോ ഞാൻ 100 കൊടുക്കില്ല. ആ ഓയിൽമെന്റിന് 500 രൂപ ആണെങ്കിൽ 500 ഓയിൽമെന്റ് വാങ്ങി കൊടുക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വീട്ടിൽ വന്നിട്ട് മരുന്ന് വാങ്ങാനായിട്ട് ലീസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട്, കള്ളത്തരം പറഞ്ഞിട്ട്. അപ്പൊ മരുന്ന് വാങ്ങി കൊടുക്കുമ്പോ അവർ വേണ്ടാന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലാവും അത് കള്ളത്തരാന്ന്. അങ്ങനെ നമ്മളൊരാളുടെ അടുത്ത് ഇന്ന് വരെ കള്ളത്തരം പറഞ്ഞ് സിമ്പതി വാങ്ങാനും പോയിട്ടില്ല. എന്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാന് കാശില്ലാതെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജില്ലയിൽ പെട്ടുപോയി കിടക്കുകയാണെങ്കിൽ, ഇപ്പൊ വയനാട് മാനന്തവാടിക്കൊക്കെ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഓട്ടം കിട്ടിയിട്ട് പോയിട്ട് അവിടെ ഒരു 2-3 പ്രാവശ്യം പെട്ടിട്ടുണ്ട് ഡീസൽ കഴിഞ്ഞിട്ട്. എന്റെ ധാരണ ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ട്, പോയിട്ട് വരാന്നുള്ള ധാരണയിൽ ചിലപ്പോ അത് കഴിഞ്ഞ് പെട്ട് കഴിഞ്ഞാൽ നമ്മള് കൈ നീട്ടും ആൾക്കാരെ അടുത്ത്. അവരോട് ഒരു ഡീസൽ അടിച്ചു തരണം, തൃശ്ശൂർ എത്തണം എന്ന് പറയുമ്പോ അവര് ഡീസൽ അടിച്ചു തരും. പക്ഷെ അങ്ങനെ പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, 1 കോടി 10 ലക്ഷം ലക്ഷങ്ങൾ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുമില്ല. അപ്പൊ ഉള്ളത് നമ്മള് ഭൂമിയിൽ ഇരിക്കുന്ന സമയം പാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക, അവരെ കണ്ണീരൊപ്പ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് മണിച്ചേട്ടനിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണോ? കലാപവും മണിച്ചേട്ടൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പാവങ്ങളെ സഹായിക്കാനോ ശ്രമിക്കുന്നത്. ശരിക്കും മണിച്ചേട്ടന്റെ പോലെ തന്നെ ആവാനായിട്ടുള്ള ഒരു ശ്രമമാണോ അത്? ഒരിക്കലും ഇല്ല. മണിച്ചേട്ടന്റെ പാത പിന്തുടരാന്നുള്ള ലക്ഷ്യം എന്നിലൂടെ ഉണ്ട്. പക്ഷെ മണിച്ചേട്ടനാവാൻ ശ്രമിക്കുന്നില്ല എന്ന് വരെ. മണിച്ചേട്ടനാവാനേ പറ്റുള്ളൂ. മണിച്ചേട്ടന്റെ ഫാമിലി ഒക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്. വർഷം ഓർമ്മ ദിനത്തിലും മണിച്ചേട്ടന്റെ വൈഫിനും മോളിനും കാണാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരായിട്ട് നല്ല അടുത്ത് ബന്ധം. പെങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രേവത്, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റില് തൊപ്പി, അതുപോലെ രേവത് എന്നൊക്കെ ഞാനിങ്ങനെ ചെറിയൊരു ശ്രുതി കേട്ടു. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ രേവത്? അവര് സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചിട്ടുണ്ട്. പിന്നെ സെലക്ഷൻ കിട്ടിയ അത് ദൈവത്തിന് നന്ദി പറയും. സെലക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കിടക്കും. കിടക്കുന്നല്ല, അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. എന്താണ് പോവാനായിട്ട് ആഗ്രഹം ഉണ്ടോ? പിന്നെ പോയി കഴിഞ്ഞാൽ ചെയ്യും അവിടെ ചെയ്യുന്നില്ല, അവിടെ വിജയിച്ച് കിട്ടുന്ന പൈസ പാവങ്ങൾക്ക് കൊടുക്കും. രേവതിന് ഇനിയും ലൈഫ് ഉണ്ടല്ലോ. എല്ലാം സർവീസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവാന്ന് പറയുന്നത്, നമ്മള് ഇന്ന് രാത്രി കിടന്നുറങ്ങിട്ട് നാളെ നേരം വെളുക്കുമെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഇന്നത്തെ കാര്യം കഴിയാതെ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല. നാളത്തെ ഒരു ദിവസം ഉണ്ട്, വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച നാളെ പലിശക്കാര് വരുന്ന എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് രാത്രി കിടന്നുറങ്ങിട്ട് നാളെ നേരം വെളുത്ത് എനിക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ട് നാളത്തെ കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മള് സഹായിക്കുന്നവരെ ഇന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. നാളെ ഞാൻ ജീവിച്ചിരുന്നാലേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഇന്നത്തെ നേരം വെളുത്ത് കഴിഞ്ഞ് നാളെ സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കും. ഒരു സർവീസ് മൈൻഡോട് കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് രേവതി വിചാരിക്കുന്നത്. എന്റെ പ്ലാൻ. അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം വീട്ടിലേക്കും അമ്മയ്ക്കും, അതുപോലെ തന്നെ മാമന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, സ്വന്തമായിട്ട് വീടില്ല, ആ മാമനും അമ്മകനെയും സഹായിച്ചുകൊണ്ട് ചെറുതായിട്ട് ജീവിച്ചു പോവാ. വലിയൊരു ആഡംബരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആഡംബരം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കാണാൻ പോവും, ഏതെങ്കിലും ഒരു നല്ല പടം കാണാൻ പോവും. അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വന്നതിന് ശേഷം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു നേരം ചോറ് ഉണ്ണുന്നത് വരെ പാവങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഈ തെരുവോരങ്ങളില്
കൈ നീട്ടി യാചിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അവർക്കൊരു 10-50 ബിരിയാണി വാങ്ങിയിട്ട് അവരെ കൂടെ ഇരുന്നിട്ട് ഞാൻ ആ ബിരിയാണി കഴിക്കുമ്പോ അവരുടെ വിശപ്പ് മാറുമ്പോ എന്റെയും വിശപ്പ് മാറും. അങ്ങനെയാണ്. ഞാൻ ഇന്നവരെ ഓണായാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ഞാൻ ഒരു ഡ്രസ്സ് പോലും എടുക്കില്ല. അപ്പോഴും ഈ കാക്കിയും കാക്കിയ. ഇപ്പൊ എന്നോട് വേറെ ആള് ചോദിച്ചിട്ടുണ്ട്, നീ ബോബി ചമ്മണ്ണൂരിനെ ആവാൻ പഠിക്കണോന്ന്. ആള് വെള്ളം ഇട്ടാണ്, നീ കാക്കിയും കാക്കിയ. എപ്പോഴും നീ ഏത് വിശേഷം നമ്മുടെ വരന്തരപ്പള്ളി പാലയ്ക്ക് പൂരത്തിന് വരാക്കര പൂരത്തിന് വരെ ഞാൻ കാക്കിയിട്ട് ആൾക്കാർ ചോദിച്ചു, നിനക്കൊരു നല്ല ദിവസമല്ലടാ, നല്ല ഡ്രസ്സ് ഇട്ടോട്. ഞാൻ പറഞ്ഞ എനിക്ക് നല്ല ഡ്രസ്സ് ഇല്ല. അതിന് വാങ്ങാനുള്ള കാശ് ഉണ്ടായിട്ട് ഞാൻ വാങ്ങാണ്ടിരിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ ആ കാശിന് കഴിഞ്ഞ ഓണം വന്നപ്പോ തൃശ്ശൂര് ഈ വഴിയോരങ്ങളിൽ എടുക്കുന്ന അച്ഛനമ്മമാർക്ക് ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു കൊടുത്തു. എന്റെ അമ്മയ്ക്ക് വരെ ഒരു നൈറ്റ് വാങ്ങി കൊടുത്തിട്ടുള്ളൂ, സത്യം പറയാം. പക്ഷെ ആ കാശിന് വരെ അച്ഛനമ്മമാർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തപ്പോ അവരെ കണ്ണ് നിറഞ്ഞു. ഇപ്പോഴും നമ്മുടെ കേരള സർക്കാരിനെ ഞാൻ വീണ്ടും കുറ്റം പറയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സർക്കാർ ഈ സർക്കാരിനോട് രേവതിന് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടോ? എനിക്ക് എല്ലാത്തിനും കാരണം സർക്കാരാണ്. ആന വന്നു, നമ്മുടെ അനീഷേട്ടനെ കൊന്ന ആ ഒരു കാര്യം വരെ എല്ലാത്തിനും കാരണം മന്ത്രിയാണ്. മന്ത്രിയാണ്. അപ്പൊ എല്ലാത്തിനും സർക്കാർ എന്നൊരു സർക്കാർ ആനുകൂല്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പകുതി ഇവിടെ തീർന്നു പോകും. അപ്പൊ ഈ സർക്കാരിന് കുറ്റം പറയല്ല ചെയ്യുന്നത്, ഇത് സർക്കാർ നടപ്പിലാക്കണം. ഇപ്പോ വഴിയില് ഉപേക്ഷിക്കുന്ന ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞ് നമ്മള് കുഞ്ഞു ചെറുപ്പത്തില് നമ്മുടെ അച്ഛനമ്മമാര് എത്ര ത്യാഗം കഴിച്ചിട്ട് നമ്മള് തീട്ടത്തിലും മൂത്രത്തിലും കിടന്നിട്ട് നമ്മളെ കഴുകി വൃത്തിയാക്കി നമ്മളെ സുരക്ഷിത നോക്കണ ഈ അച്ഛനമ്മമാരും അവർ വയസ്സാവണ സമയത്ത് നമുക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ് അവര് പ്രാരാബ്ധമായി ഭാരമായി തോന്നുമ്പോ വഴിയിൽ ഉപേക്ഷിക്കുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി വരേണ്ടതാണ് നമ്മുടെ ഈ സമൂഹം. പക്ഷെ അങ്ങനെ കഴിയുന്ന അച്ഛനമ്മമാരും നോക്കാനായിട്ട് സർക്കാർ ചെലവില് ഓരോ ജില്ലകളിലും അടിസ്ഥാനരഹിതമായി നല്ലൊരു കെട്ടിടം നിർമ്മിച്ച് അവരെ സംരക്ഷിക്കേണ്ട കാലാണ്. അല്ലാതെ പിച്ചയെടുത്ത് ജീവിക്കേണ്ടവർ പിച്ചയെടുത്ത് ജീവിക്കട്ടെ എന്ന് വിചാരിക്കരുത് സർക്കാർ ഒരിക്കലും. അവരെ സംരക്ഷിക്കണം. ഇന്നും അവർക്ക് നല്ല രീതിയിൽ. ഞാൻ ഒരു കാര്യമായിട്ട് ഞാൻ എന്നും ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ലോട്ടറി എടുക്കുന്നുണ്ട്. അതിലൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തൃശ്ശൂർ ജില്ലയില് ഒരു 10-20 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ട് അവരെ പോലെയുള്ളവരെ നോക്കി അവരുടെ കാലഘട്ടം കഴിയുന്നവരെ അവരെ നോക്കാനുള്ള എല്ലാ ഞാൻ അവരെ നോക്കാനുള്ള സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അതും ഒരു സോഷ്യൽ മീഡിയയിലെ അറ്റൻഷന് വേണ്ടിയിട്ടൊന്നല്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു നേരം ആഘോഷിക്കാനായ അതാണ് നല്ല രീതിയിൽ. ഇത് രേവതിന് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ? അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ആളാണ്? മനുഷ്യ രാഷ്ട്രീയമാണ്. അതെ, മനുഷ്യം അതാണ്. അല്ലാതെ രാഷ്ട്രീയമില്ല. ഇല്ല, ഞാൻ ഒരു മുന്നണിയെയും അല്ലെങ്കിൽ ഒരു പിന്നണിയെയും ഒന്നും അനുകൂലിക്കുന്ന ആളല്ല. എല്ലാ പിന്നണീനൊക്കെ അനുകൂലിക്കും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഷ്ട്രീയം ഉണ്ടോ? എനിക്ക് മനുഷ്യ രാഷ്ട്രീയ മനുഷ്യം അതാണ്. അത് പറഞ്ഞ ഞാനിപ്പോ വണ്ടി കൊണ്ട് നടക്കുന്ന ആളാ. പെട്ടെന്നൊരു ആക്സിഡന്റ് കണ്ടു. ഞാൻ അറിയുന്ന ആളാ, BJP കാരനാണ്. ഞാൻ അവന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അവൻ BJP കാരനാണെങ്കിലും അവന് മനുഷ്യനാണ്. അവന്റെ ജീവൻ രക്ഷിക്കാനേ ഞാൻ നോക്കുള്ളൂ. നമ്മള് ഇപ്പോഴത്തെ സമൂഹം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഈ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസിലിടും. അതല്ല വേണ്ടത്. അവനെ രക്ഷിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അവനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ആ വീടിന് ഒരു അത്താണിയായി മാറുന്ന ആ ഒരു പയ്യനായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കണം. നമ്മൾ മനുഷ്യനാണ്. ഈ രാഷ്ട്രീയത്തിന്റെ പിന്നിലും മയക്കും മദ്യത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വിപത്ത് ഞാൻ പറഞ്ഞുതരാം. ഈ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് എന്തെങ്കിലും പറ്റി ഒരു പനി വന്നു കിടന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ വരില്ല. നമ്മള് മരണമടഞ്ഞു പോയാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ വരില്ല നമുക്ക് ചെലവിന്, നമ്മുടെ കുടുംബത്തിന് ചെലവിൽ തരാൻ. നമ്മള് മദ്യം കുടിക്കാനായിട്ട് കൂട്ടുകാരന്മാരുണ്ടാവും. ഈ മദ്യം കുടിച്ച് കൂട്ടുകാരന്മാരെ പിന്നിലിരുന്ന് പോകുന്ന നമ്മളൊരു വീഴ്ച പറ്റി നമ്മള് തണ്ടലൊടിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മദ്യം കുടിക്കാൻ വന്ന കൂട്ടുകാരുണ്ടാവില്ല നമ്മുടെ തീട്ടമൂത്രം കോരാനായിട്ട്. നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയും മദ്യത്തിന്റെ പിന്നാലെ പോവാതിരിക്കുക. അപ്പൊ രേവതിന്റെ ഇനിയത്തെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാനുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പുതിയൊരു സീരിയല് ചെയ്തോണ്ടിണ്ട്, മഴവിൽ മനോരമയില് കഥാനായിക. അതില് പൂജാരിയായിട്ട് അതില് നമ്മുടെ എപ്പിസോഡുകള് കഴിഞ്ഞു പോയി. ഇനിയും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനിയിപ്പോ അടുത്ത തിങ്കളാഴ്ച ഷൂട്ട് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഫിലിംസിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഫിലിം ഇപ്പൊ ചെയ്തോണ്ട് ഇരിക്കുന്ന ധ്രുവം തമിഴ് പടം, അതിന്റെ ഷൂട്ട് ചെന്നൈയിലെ സേലത്തൊക്കെയാണ്. തമിഴ് പടമാണ്. അപ്പൊ അത് എന്നെ ക്യാരക്ടർ ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ മലയാളം ഇപ്പോ അവസരം കിട്ടി നിക്കണെന്ന് വെച്ചാൽ അതിശയ വിളക്ക് 2 ഭാഷയിൽ ചെയ്യുന്നതാണ്, തമിഴ് മലയാളം. അതിശയ വിളക്ക് നജീബ് അലി ഗുരുവായൂർ സംവിധാനം ചെയ്ത് ഷമീർ സംവിധാനം ചെയ്യുന്ന അതിശയ വിളക്ക്. അപ്പൊ അവരെ പടത്തിൽ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, നല്ല ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് നല്ല പ്രൊജക്ടുകൾ വരട്ടെ ഇനി വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ അന്തപ്പക്കം, പിന്നെ 2-3 പടത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മലയാളികൾ തന്നെ ഡയറക്ഷൻ ചെയ്യുന്നത്. വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ചെയ്തിട്ട് കിട്ടണ പൈസ പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. ഓക്കെ, ഒരുപാട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥനയും എല്ലാതും. നന്ദി, നമസ്കാരം. ഞാൻ രേവത് ബാബു. ദിസ് ഇസ് മൈ ചോയ്സ്.